സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ പഠിക്കാം. ഇതെല്ലാം എനിക്ക് വിചിത്രമായി തോന്നുന്നു. ഇതെല്ലാം എനിക്ക് വിചിത്രമായി തോന്നുന്നു. യേ സബ് മുझे അജീബ് ലഗ് രഹാ ഹേ. യേ സബ് മുझे അജീബ് ലഗ് രഹാ ഹേ. ഇതെല്ലാം എന്ന് പറയാൻ യേ സബ്. എനിക്ക് മുझे വിചിത്രമായി തോന്നുന്നു എങ്ങനെയാണ് പറയുന്നത്? അജീബ് ലഗ് രഹാ ഹേ. അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രം അല്ലെങ്കിൽ അസാധാരണം. യേ സബ് മുझे അജീബ് ലഗ് രഹാ ഹേ. എനിക്ക് കുറച്ച് അസ്വസ്ഥത തോന്നുന്നു. മുझे തോടി ബേചൈനി ഹോ രഹി ഹേ. മുझे തോടി ബേചൈനി ഹോ രഹി ഹേ. എനിക്ക് മുझे കുറച്ച് തോടി അസ്വസ്ഥത ബേചൈനി. ബേചൈനി എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത അല്ലെങ്കിൽ അശാന്തി, മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ. ബേചൈനി ഹോ രഹി ഹേ, അസ്വസ്ഥത തോന്നുന്നു അല്ലെങ്കിൽ മനസ്സിന് അശാന്തി തോന്നുന്നു. മുझे തോടി ബേചൈനി ഹോ രഹി ഹേ. ഇവിടെ ഭീകരമായ അന്തരീക്ഷമാണ്. യഹാ ഭയാവഹ് മാഹോൽ ഹേ. ഇവിടെ ഭീകരമായ അന്തരീക്ഷമാണ്. യഹാ ഭയാവഹ് മാഹോൽ ഹേ. ഇവിടെ യഹാ ഭീകരമായ അല്ലെങ്കിൽ ഭയാനകമായ എന്ന് പറയാൻ ഭയാവഹ് അന്തരീക്ഷമാണ് അല്ലെങ്കിൽ ആ സ്ഥിതിയിലാണ് ഇവിടെ എന്ന് പറയാൻ മാഹോൽ ഹേ. യഹാ ഭയാവഹ് മാഹോൽ ഹേ. ഇപ്പോഴെല്ലാം ശരിയായി എന്ന് തോന്നുന്നു. അബ് സബ് കുച്ച് ടീക്ക് ലഗ് രഹാ ഹേ. ഇപ്പോഴെല്ലാം ശരിയായി എന്ന് തോന്നുന്നു. അബ് സബ് കുച്ച് ടീക്ക് ലഗ് രഹാ ഹേ. ഇപ്പോഴെല്ലാം എന്ന് പറയാൻ അബ് സബ് കുച്ച് ശരിയായി എന്ന് തോന്നുന്നു. ടീക്ക് ലഗ് രഹാ ഹേ. അബ് സബ് കുച്ച് ടീക്ക് ലഗ് രഹാ ഹേ. യഹാ ഭയാവഹ് മാഹോൽ താ ലേക്കിൻ അബ് സബ് കുച്ച് ടീക്ക് ലഗ് രഹാ ഹേ. ഇവിടെ ഭയാനകമായ അന്തരീക്ഷമായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം ശരിയായി എന്ന് തോന്നുന്നു. യഹാ ഭയാവഹ് മാഹോൽ താ ലേക്കിൻ അബ് സബ് കുച്ച് ടീക്ക് ലഗ് രഹാ ഹേ. ഇവിടെ ഹിന്ദിയിൽ അബ് എന്നെഴുതാൻ വിട്ടുപോയതാണ്. അബ് ചേർത്ത് വായിക്കുക. അബ് സബ് കുച്ച് ടീക്ക് ലഗ് രഹാ ഹേ. ഓക്കെ. അവൾ ഉയരം കൂടിയവളാണ്. വ ലംബി ഹേ. അവൾ ഉയരം കൂടിയവളാണ്. വ ലംബി ഹേ. നീ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ എന്നോട് പറയാതിരുന്നത്? തുമ്നെ യേ മുझे പഹലെ ക്യോ നഹി ബതായാ. നീ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ എന്നോട് പറയാതിരുന്നത്? തുമ്നെ യേ മുझे പഹലെ ക്യോ നഹി ബതായാ. തുമ്നെ നീ, യേ ഇത്, മുझे എന്നോട്, പഹലെ നേരത്തെ, ക്യോം എന്തുകൊണ്ട്, ക്യോ നഹി ബതായാ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്. ബതാന പറയുക, ബതായ പറഞ്ഞു, പറഞ്ഞില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? നഹി ബതായ എന്തുകൊണ്ട് പറഞ്ഞില്ല? ക്യോ നഹി ബതായ. തുമ്നെ യേ മുझे പഹലെ ക്യോ നഹി ബതായാ. നീ ഇത് എന്നോട് നേരത്തെ പറയണമായിരുന്നു. തുമേ യേ മുझे പഹലെ ബതാന ചാഹിയേ താ. നീ ഇത് എന്നോട് നേരത്തെ പറയണമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് ഇത് നേരത്തെ എന്നോട് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്ന അവസരങ്ങളിൽ ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം. തുമേ യേ മുझे പഹലെ ബതാന ചാഹിയേ താ. തുമേ യേ മുझे പഹലെ ബതാന ചാഹിയേ താ. രണ്ട് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ എക്സാമിന് അപ്ലൈ ചെയ്തില്ല. അപ്പോൾ വേറെ ആളെന്ത് പറയും? അവൻ്റെ കൂട്ടുകാരൻ, തുമ്നെ യേ മുझे പഹലെ ക്യോ നഹി ബതായാ. നീ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ എന്നോട് പറയാതിരുന്നത്? തുമേ യേ മുझे പഹലെ ബതാന ചാഹിയേ താ.
നീ ഇത് എന്നോട് നേരത്തെ പറയണമായിരുന്നു. അഗർ തുമ്നെ യേ മുझे പഹ്ലെ ബത്തായാ ഹോത്താ തോ मैं तुम्हें पैसे दे देता. നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പൈസ തരുമായിരുന്നു. അഗർ തുമ്നെ യേ മുझे പഹ്ലെ ബത്തായാ ഹോത്താ തോ मैं तुम्हें पैसे दे देता. അലാറം വെച്ചിട്ട് ഉറങ്ങൂ. അലാം ലഗാക്കർ സോ ജാവോ. അലാറം വെച്ചിട്ട് ഉറങ്ങൂ അല്ലെങ്കിൽ അലാറം വെച്ചിട്ട് കിടക്കൂ. അലാം ലഗാക്കർ സോ ജാവോ. അലാം ലഗാക്കർ സോ ജാവോ. നിങ്ങളുടെ മുന്നിൽ ആരാണ് നിൽക്കുന്നത്? ആപ്കെ സാമ്നെ കോൺ ഖടാ ഹേ. നിങ്ങളുടെ മുന്നിൽ ആരാണ് നിൽക്കുന്നത്? ആപ്കെ സാമ്നെ കോൺ ഖടാ ഹേ. ആപ്കെ സാമ്നെ നിങ്ങളുടെ മുന്നിൽ. കോൺ ആര്. കോൺ ഖടാ ഹേ ആരാണ് നിൽക്കുന്നത്. ആപ്കെ സാമ്നെ കോൺ ഖടാ ഹേ. നീ പലപ്പോഴും വൈകിയാണ് വരുന്നത്. തും അക്സർ ദേർ സേ ആത്തെ ഹോ. നീ പലപ്പോഴും വൈകിയാണ് വരുന്നത്. തും അക്സർ ദേർ സേ ആത്തെ ഹോ. തും നീ അല്ലെങ്കിൽ നിങ്ങൾ. അക്സർ പലപ്പോഴും. ദേർ സേ ആത്തെ ഹോ വൈകിയാണ് വരുന്നത്. തും അക്സർ ദേർ സേ ആത്തെ ഹോ. എനിക്കറിയാം നീ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. മുझे പത്താ ഹേ തുമാരാ മത്ലബ് ക്യാ ഹേ. എനിക്കറിയാം നീ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അല്ലെങ്കിൽ എനിക്കറിയാം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. മുझे പത്താ ഹേ തുമാരാ മത്ലബ് ക്യാ ഹേ അല്ലെങ്കിൽ മുझे പത്താ ഹേ തുമാരാ ക്യാ മത്ലബ് ഹേ ഇങ്ങനെയും പറയാം. ജാദാ കഹ്നെ കി ജരൂരത്ത് നഹി ഹേ. കൂടുതൽ പറയേണ്ട കാര്യമില്ല. ജാദാ കഹ്നെ കി ജരൂരത്ത് നഹി ഹേ. മുझे സബ് കുച്ച് പത്താ ഹേ. എനിക്കെല്ലാം അറിയാം. മുझे സബ് കുച്ച് പത്താ ഹേ. മുझे പത്താ ഹേ തുമാരാ ക്യാ മത്ലബ് ഹേ. എനിക്കറിയാം നീ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. മുझे പത്താ ഹേ തുമാരാ മത്ലബ് ക്യാ ഹേ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ठीक है, धन्यवाद. अगले वीडियो में मिलते हैं. तब तक के लिए अलविदा.